ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ? നെത്തോലി ഒരു ചെറിയ മീനല്ല. നമുക്കിന്ന് നെത്തോലി പീര വയ്ക്കാമേ. ഇനി നമുക്ക് മരിച്ചിനിയാണേ. ഞാനിവിടെ 3 മരിച്ചിനി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ നെത്തോലിയും മരിച്ചിനിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കൊത്തി നന്നായിട്ട് കഴുകി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നെത്തോലി മീനിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അരഞ്ഞു പോകാത്ത രീതിയിൽ ഒരു തോരൻ പരുവത്തിനാണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത്. ചതച്ചെടുത്ത് നമ്മുടെ ഈ മീനിലേക്ക് നന്നായിട്ട് വിരകി ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഉപ്പും പുളിയും ഒഴിക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. മീനിൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ മീൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, കൂടുതൽ വെള്ളം ചേർക്കണ്ട. നമുക്കിതിനെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും അതിലിരുന്ന് വെന്ത് വരും. ഇതിൻ്റെ കൂടെ ഞാൻ മീനും കൂടെ ഫ്രൈ ആക്കുന്നുണ്ട്. കൊഴിയാള മീനാണ്. അവിടെ ഒരു 4 മീനെടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി അരപ്പൊക്കെ പുരട്ടി വെച്ചത് എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ നെത്തോലി മീനെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. മീനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നെത്തോലിപ്പീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ അടച്ചു വെച്ച് ഒന്ന് ഈ വെള്ളം എല്ലാം വറ്റി വരണം കേട്ടോ. എങ്കിലേ ഈ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിനി നെത്തോലി കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. കപ്പയുടെ വീഡിയോ എനിക്കിതിൽ കൂടെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വേവിച്ചതിൻ്റെ
ഒന്നും എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ക്ഷമിക്കുമല്ലോ. നമുക്ക് കപ്പ റെഡിയായിട്ടുണ്ട്, മീനും റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും നെത്തോലിപ്പീരയും മീൻ ഫ്രൈയും ആയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സീ യു.